ഓപ്പറേഷൻ സിന്ദൂർ സംഗതി കിടുവാണല്ലേ. പഹൽഗാമിൽ ഭീകരവാദികൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരത്തിന്, തന്തയില്ലായ്മ തരത്തിന് നമ്മുടെ രാജ്യം, സൈന്യം അല്ലെങ്കിൽ ആമ്പിള്ളേർ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾ ആശങ്കയിലായിരിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ആശങ്കകൾക്കൊക്കെ അപ്പുറം ദേശീയത ഒരു വികാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുക. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന ഒരു സ്ലോഗൻ എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കുന്നു. ജാതി മത വർഗ രാഷ്ട്രീയ മറ്റ് ചേരിതിരിവുകൾക്കൊക്കെ അപ്പുറം നമ്മൾ ഭാരതീയനാണ് എന്നുള്ളൊരു ബോധം എന്തോ പെട്ടെന്നെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി കാണും. എന്നാലും അമ്മയെ തല്ലിയാൽ 2 വർഷം എന്ന് പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ അവസരത്തിൽ ചെറിയൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഗവൺമെൻറ്റിനെയോ സൈന്യത്തിൻ്റെ നീക്കങ്ങളെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അപലപിച്ചുകൊണ്ടോ അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗുരുതരമായ വകുപ്പുകൾ അടങ്ങുന്ന ഒരു FIR ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ അറസ്റ്റ് മിനിഞ്ഞാന്നാൾ നടന്നു. നാഗ്പൂരിലാണ്. പക്ഷെ പതിവ് തെറ്റിച്ചില്ല. പ്രതി ഒരു മലയാളിയാണ്, എടപ്പള്ളിക്കാരനാണ്, 26 വയസ്സുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റും അയാളുടെ വനിതാ സുഹൃത്തുമാണ്. ഇട്ടിരിക്കുന്ന സെക്ഷനുകൾ കേട്ടാൽ ഞെട്ടിപ്പോവും. 149 BNS ആണ്, 153 ഉണ്ട്, 351 353 ഒക്കെ ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ വേജിങ് വാർ, അതോടൊപ്പം തന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഇതൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പുറത്തു വെച്ച് തീരൂല. സെഷൻസ് ട്രയലാണ്, 10 വർഷം വരെ തടവ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അഭിപ്രായം പറയണ്ടേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടല്ലോ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ താഴെയുള്ള പ്രൊവിഷൻസും കൂടിയൊക്കെ വായിക്കണം. അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാൻ കഴിയുമെന്നും കൂടിയൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക. ബി കെയർഫുൾ.